നമസ്കാരം. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയത്. പുടിന് ഗംഭീരമായ ഒരു വരവേൽപ്പാണ് മോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും നൽകിയത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നൊരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു വലിയ രീതിയിലൊരു പ്രശ്നവുമായിട്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് പുടിൻ വന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേക ക്ഷണമൊന്നും കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്നും പുടിനെ കാണാൻ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അനുവദിച്ചില്ല എന്നൊക്കെ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. നിലവിൽ അതിനൊരു വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് പുടിന് രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് ഒരു തരത്തിലുമുള്ള താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വേദി ഒരുക്കാത്തതെന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്നെത്തിയ സംഘം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാത്തതിനാലാണ് ക്ഷണിക്കാതിരുന്നതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏത് ദേശീയ അന്തർദേശീയ പരിപാടിയിലും പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കണം എന്ന ഒരു ഔപചാരിക പ്രോട്ടോകോൾ ഇന്ത്യയിൽ നിലവിലില്ല. അതിനാൽ പുടിൻ വരുമ്പോൾ ക്ഷണിക്കാതിരുന്നതിൽ രാഹുൽ ഗാന്ധി പരാതിപ്പെടുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത്. പൊതുവെ രാഹുൽ ഗാന്ധിയും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഘർഷത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പല രീതിയിൽ കേന്ദ്രത്തെ താറടിക്കാനാണ് രാഹുൽ ഗാന്ധി തുടർച്ചയായി ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ ഇതുവരെ അഭിനന്ദിച്ചിട്ടില്ല. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ സമയത്ത് ഇന്ത്യൻ സൈന്യത്തെയോ അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയെയോ പോലും ഇന്ത്യൻ എയർഫോഴ്സിനെ പോലും രാഹുൽ ഗാന്ധി അഭിനന്ദിച്ച് ഒരു ട്വിറ്റോ അല്ലെങ്കിൽ ഒരു പരാമർശമോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മറിച്ച് പാകിസ്ഥാനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വന്നത്. കൂടാതെ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനം തകർന്നു, ഇന്ത്യയുടെ എത്ര പട്ടാളക്കാർ വീരമൃത്യു മരിച്ചു എന്നൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാനുള്ള ഒരു ഉത്സാഹമാണ്. അതായത് ഇന്ത്യയിൽ എങ്ങനെ ഏത് രീതിയിൽ ഒരു കലാപം സൃഷ്ടിക്കണം അല്ലെങ്കിൽ ജൻസി കലാപം സൃഷ്ടിക്കണം എന്നുള്ള ഒരു നീക്കങ്ങളാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു ഗവേഷണമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു വിദേശത്ത് നിന്നും ഒരു അതിഥി വരുമ്പോൾ അവരുടെ മുന്നിൽ കൊണ്ടിരുത്തുന്നത് അത്ര നല്ലതല്ല എന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ മനസ്സിലായി. ഈയിടെ ഇന്ത്യയുടെ സമ്പദ്ഘടന ചത്ത സമ്പദ്ഘടനയാണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. പാകിസ്ഥാനെതിരെ ഇന്ത്യ നിർണായകമായ സൈനിക നീക്കം നടത്തിയപ്പോൾ ഓരോ ഘട്ടത്തിലും ഇന്ത്യയെ വിമർശിക്കാനാണ് ഗാന്ധി കുടുംബം ഒന്നടക്കം ശ്രമിച്ചത്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടതും അവിടുത്തെ ഭീകരകേന്ദ്രങ്ങൾ നശിപ്പിച്ചതുമല്ല, ഇന്ത്യയുടെ വിമാനങ്ങൾ എത്ര എണ്ണം തകർന്നു എന്നതായിരുന്നു രാഹുൽ ഗാന്ധിക്ക് അറിയാൻ കൂടുതലായിട്ട് ഉത്സാഹം. സർക്കാർ ക്ഷണിക്കുന്ന പരിപാടികളിൽ പോലും പങ്കെടുക്കുന്ന ശീലം രാഹുൽ ഗാന്ധിക്കില്ല. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. ഏറ്റവും അധികം പൊതുജന ശ്രദ്ധ നേടിയെടുക്കാൻ കഴിയുന്ന പരിപാടിയായിട്ട് പോലും രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. പൊതുവെ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഏതെങ്കിലുമൊക്കെ ക്ലബ്ബിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ലബ്ബിലെ പോയി പബ്ബിലൊക്കെ പോയി ചെന്ന് ഡാൻസ് കളിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്താനുമാണ് രാഹുൽ ഗാന്ധിക്ക് വലിയ താല്പര്യം. അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴൊന്നും അവിടെയൊന്നും തന്നെ കോൺഗ്രസിൻ്റെ അമരത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു പ്രചാരണത്തിനും എത്താത്തത്. പുടിൻ പങ്കെടുത്ത രാഷ്ട്രപതി ഭവനിലെ വിരുന്നിൽ തരൂരിനെ പങ്കെടുപ്പിച്ചതിൽ ഒരു തെറ്റ് പറയാനും പറ്റില്ല. കാരണം മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറലിന് തൊട്ട് താഴെ പ്രവർത്തിച്ച ശശി തരൂർ പരിചയസമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥനാണ്. കൂടാതെ കോൺഗ്രസിൽ ആകെ കുറച്ച് വിവരവും കുറച്ച് പ്രാവീണ്യവും ഉള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹത്തിന് വിപുലമായ വിദേശ സേവന അനുഭവ പരിചയമുണ്ട്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ മികവോടെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പേരിലും മികച്ച നയതന്ത്രത്തിൻ്റെ പേരിലും നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും അദ്ദേഹം വലിയ രീതിയിൽ പ്രശംസ അർഹിക്കുന്നുണ്ട്. എല്ലാത്തിനും പുറമെ പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സമിതിയിലെ അധ്യക്ഷനും കൂടിയാണ് ശശി തരൂർ. അതിനാൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വിദേശ കാര്യങ്ങളിലോ നയതന്ത്ര പ്രശ്നങ്ങളിലോ രാഹുൽ ഗാന്ധി സജീവമായി ഇടപെടൽ ഒന്നും തന്നെ നടത്താറില്ല. ഇന്ത്യയുടെ ആഭ്യന്തരമായ പല പ്രശ്നങ്ങളിലും രാഹുൽ ഗാന്ധി ഇടപെടാറേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലുമൊക്കെ ആഭ്യന്തരം തകർക്കാനും വലിയ രീതിയിൽ കലാപം നടത്താനുമൊക്കെയാണ് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളത്. അങ്ങനെ ഒരാളെ നയതന്ത്രവും അന്താരാഷ്ട്ര പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന വേദിയിൽ ക്ഷണിക്കാതിരിക്കുന്നത് അനുചിതമെന്ന് പറയാനാവില്ല. പുടിനെ രാഹുൽ കണ്ടാലും രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. കാരണം നമുക്കറിയാം, രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയാലും അവിടെ ചെന്നിട്ട് ജോ സോറസുമായിട്ടും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധരുമായിട്ടാണ് എപ്പോഴും കൂടിക്കാഴ്ച നടത്തുന്നത്. ഏത് വിദേശ രാജ്യത്ത് പോയാലും അവിടെ നിന്ന് ഒരു രൂപ പോലും ഭാരതത്തിന് നേട്ടമുണ്ടാക്കുന്ന ഒരു തരത്തിലുമുള്ള സമീപനവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ
ഒരു കോളേജിൽ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താനായിട്ട് അല്ലെങ്കിൽ അവരുമായി സംവദിക്കാനായിട്ട് പോയപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ചെന്നിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പടച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ വിദേശ രാജ്യത്ത് നിന്നും ഒരു മഹത് വ്യക്തി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ മുന്നിൽ കൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നതിൽ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഭാരതം ഭരിക്കുന്ന സർക്കാരിനും ഒരു നാണക്കേടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കാൻ ഒരു നിർദ്ദേശം ഭാരത സർക്കാർ തന്നെ നൽകിയത്.